ആദ്യം ശ്രീ ജോസഫ് ആന്റണി, ലോകരാഷ്ട്രങ്ങൾ ഈ കെടുതി കണ്ട് മതിയായി എന്ന നിലയിലാണ് ഇപ്പോൾ പലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്നത്. UN-ൽ ദ്വിരാഷ്ട്ര പ്രഖ്യാപനത്തിലൂടെ ഒരു പ്രശ്നപരിഹാരത്തിനുള്ള നീക്കം സജീവമാക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് സമാനതകളില്ലാത്ത വെല്ലുവിളിയുമായി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വരുന്നത്, ആവർത്തിച്ചാവർത്തിച്ച് ഭീഷണി മുഴക്കുന്നത്. എന്താണോ നെതന്യാഹു ലക്ഷ്യമിടുന്നത്? ലോകം ക്രമേണ ഈ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ വംശഹത്യയിലേക്ക് കണ്ണുകൾ തുറക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കാണാൻ കഴിയുന്ന കാര്യം. നമുക്കറിയാം, പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയും പ്രത്യേകിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ജനാധിപത്യവും മനുഷ്യാവകാശവും. കഴിഞ്ഞ 2 വർഷമായി ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വംശഹത്യയല്ലാതെ മറ്റൊന്നും. 1948 ഡിസംബർ മാസം 9 ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച വംശഹത്യയെക്കുറിച്ചുള്ള കൺവെൻഷൻ. ആ കൺവെൻഷനിൽ 5 കാര്യങ്ങളാണ് വംശഹത്യ എന്നാൽ എന്താണ് എന്ന് പറയുന്നത്. അതിൽ 4 കാര്യങ്ങൾ, അത് ജനതയെ ജാതി മതം വംശം ചേർത്ത് കൊല്ലുക, കുട്ടികളെയും കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വളരാതിരിക്കാനുള്ള തരത്തിൽ അവരെ നിശേഷം ഇല്ലാതാക്കുക, അവരെ കിടപ്പാടങ്ങൾ ഇല്ലാതാക്കുക, അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക തുടങ്ങിയ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് വംശഹത്യയാണോ അല്ലയോ എന്ന് ലോകം തീരുമാനിക്കുന്നത്. എന്നാൽ വംശഹത്യയാണെന്ന് സംശയത്തിന് അതീതമായിട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ അന്വേഷണ കമ്മീഷൻ നയിച്ചിരുന്ന ഇന്ത്യൻ വംശജ കൂടിയായിട്ടുള്ള സൗത്ത് ആഫ്രിക്കയിൽ ജീവിക്കുന്ന നവനീതം പിള്ളൈ എന്ന് പറയുന്ന വനിത, മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ കൂടിയായിരുന്ന സ്ത്രീ, അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഗാസയിൽ നടക്കുന്നത്, കഴിഞ്ഞ 2 വർഷമായി നടക്കുന്നത് വംശഹത്യയാണ് എന്ന് പറഞ്ഞു. അതിനു മുമ്പ് തന്നെ UN-ന്റെ റാപ്പോർട്ടറായിട്ടുള്ള ഫ്രാൻസിസ്ക അൽബനീസി പറഞ്ഞു ഇത് വംശഹത്യയാണ് എന്ന് പറഞ്ഞു. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്ന് പറഞ്ഞു. ആംനസ്റ്റി ഇന്റർനാഷണൽ പറഞ്ഞു, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറഞ്ഞു. ലോകത്തിലെ അന്തർദേശീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന, മനുഷ്യാവകാശങ്ങൾ ശ്രദ്ധിക്കുന്ന സംഘടനകളെല്ലാം ഒരേ സ്ഥലത്തിൽ, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസികൾ ഉൾപ്പെടെ ഒരേ സ്ഥലത്തിൽ പറഞ്ഞു ഇത് വംശഹത്യയാണ്. പക്ഷെ വംശഹത്യയാണ് എന്ന് പറഞ്ഞെങ്കിലും ലോകത്തിലെ രാജ്യങ്ങൾ ഒന്നും തന്നെ ഈ കാര്യം, ഈ വംശഹത്യയാണ് എന്നുള്ള വാക്ക് ഉന്നയിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വേറെ രസകരമായ കാര്യം. എന്നാൽ ഇപ്പോ നമ്മൾ കാണുന്നത് എന്താണ്? ഈ ഭരണകൂടങ്ങൾ ഇതിനെതിരെ മുഖം തിരിച്ചു നിന്നെങ്കിലും ലോകത്തിലെ രാജ്യങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾ ഈ ഭരണകൂടങ്ങളോട് ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ ഇത് കാണുന്നില്ലേ എന്ന്. അത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഭരണകൂടങ്ങൾ ഉണരാൻ തുടങ്ങിയത്. എന്ന് മാത്രമല്ല, ഈ ഭരണകൂടങ്ങൾ ഈ ബാക്ക് ചാനലിലൂടെ നിരന്തരമായി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കൂ, ചർച്ച ആരംഭിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പുല്ലുവില പോലും കൽപ്പിക്കാതെ വീണ്ടും വീണ്ടും ഈ ക്രൂരമായ നരഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, പോർച്ചുഗീസ്, ഓസ്ട്രേലിയ, കാനഡ ബ്രിട്ടൻ മുതലായ രാജ്യങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ട് ഞങ്ങൾ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കാൻ പോവുകയാണ് എന്ന് പറയാൻ നിർബന്ധിതമായിരിക്കുന്നു. നമ്മൾ നോക്കൂ, ഇറ്റലി എന്ന് പറയുന്ന രാജ്യം ഈ അമേരിക്കയോട് അടുത്ത് നിൽക്കുന്ന, ഇസ്രായേലിനോട് വളരെ അടുത്ത് നിൽക്കുന്ന രാജ്യമാണ് ഈ ജോർജിയ മെലോനിയുടെ ഇറ്റലി. ആ ഇറ്റലിയിൽ ഇന്ന് അതിശക്തമായ പ്രക്ഷോഭമാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിൻ പോലെയുള്ള, നേപ്പിൾസ് പോലെയുള്ള, പ്രധാനപ്പെട്ട മിലാൻ പോലെയുള്ള എല്ലാ നഗരങ്ങളിലും വമ്പിച്ച പ്രക്ഷോഭം നടക്കുകയാണ്. ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്നും പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കണമെന്നും പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ തരത്തിൽ ഈ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തോട് അല്ലെങ്കിൽ ആ ആശയത്തോട് ഇസ്രായേൽ പുലർത്തുന്ന, അവർ പോലും അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളെ പോലും കളയുന്ന തരത്തിൽ, നമുക്കറിയാം 2020 ട്രംപിന്റെ നേതൃത്വത്തിൽ കൊട്ടിഘോഷിച്ച് വന്നതാണ് എബ്രഹാം അക്കോർഡ് വാസ്തവത്തിൽ പരാജയപ്പെട്ടതിന്റെ കാരണം തന്നെ ഈ പലസ്തീൻ. നമുക്കറിയാം, പലസ്തീൻ പ്രശ്നമാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും സുപ്രധാനമായ പ്രശ്നം. പലസ്തീൻ പ്രശ്നം പരിഹരിക്കാതെ പശ്ചിമേഷ്യയിലെ ഒരു പ്രശ്നവും അവസാനിക്കില്ല. നിരന്തരമായ സംഘർഷം തുടർന്നുകൊണ്ടിരിക്കും. എന്നാൽ ഈ പലസ്തീനിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ ശാശ്വതമായി പരിഹരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊട്ടിഘോഷിച്ചുകൊണ്ട് ഈ ബ്രഹ്മാണ്ഡ കടാഹത്തിലെ ഏറ്റവും വലിയ കരാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ എബ്രഹാം അക്കോർഡ് ട്രംപ് അവതരിപ്പിച്ചത്. വാസ്തവത്തിൽ പലസ്തീൻ പ്രശ്നമുണ്ടോ അതിനകത്ത്? പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനെ കുറിച്ച് അതിനകത്ത് പറഞ്ഞിട്ടേ ഇല്ല. എന്ന് മാത്രമല്ല, ആകെ കൂടി പറഞ്ഞെന്താണ്, കരാറിൽ ആകെ കൂടി പറഞ്ഞത് അന്ന് വെസ്റ്റ് ബാങ്കിലേക്കുള്ള കുടിയേറ്റം തൽക്കാലം നിർത്തിവെക്കും എന്നാണ് അന്ന് ഇസ്രായേൽ സമ്മതിച്ചത്. വേറെ ഒരു കാര്യം സമ്മതിച്ചില്ല. എന്നാൽ ഇപ്പൊ എന്താ കാണുന്നത്? ഇപ്പോ പാശ്ചാത്യ രാജ്യങ്ങൾ, ഫ്രാൻസ് ഉൾപ്പെടെ, സൗദി അറേബ്യ ഉൾപ്പെടെ രാജ്യങ്ങൾ, അതായത് നമ്മുടെ തിങ്കളാഴ്ച ന്യൂയോർക്കിലെ തിങ്കളാഴ്ച ഈ സമ്മേളനം, ഉന്നതതല സമ്മേളനം പാലസ്തീനെ സംബന്ധിച്ച് നടക്കാൻ പോകുന്ന പശ്ചാത്തലത്തിൽ ഈ കാനഡയും ബ്രിട്ടനും ഓസ്ട്രേലിയയും ഒക്കെ ഈ പോർച്ചുഗലും ഒക്കെ ഈ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അംഗീകരിക്കുന്നു എന്ന സാഹചര്യത്തിലാണ്
എന്നാണ് അവർ പറയുന്നത്. എന്താണ്? ഞങ്ങൾ ഇതാ വെസ്റ്റ് ബാങ്കിലേക്കുള്ള കുടിയേറ്റം വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നാണ്. നമ്മൾ കാണേണ്ട കാര്യം, അതായത് ഈ ഇവരുടെ മന്ത്രിമാര് ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെ പറയുന്നതാണ് ഇന്നലെ പറഞ്ഞത്, ഇത് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ എറക്സ് ഇസ്രായേൽ, വിശാലമായ ഇസ്രായേൽ എന്ന് പറയുന്നത് സ്ഥാപിക്കുക എന്ന് പറയുന്നത് എന്റെ ആത്മീയ ദൗത്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബെസാലേൽ സ്മോട്രിച്ചും ഇത്താമർ ബെൻഗറും പോലെയുള്ള തീവ്ര വലതുപക്ഷ വംശീയവാദികളായിട്ടുള്ള കുടിയേറ്റക്കാരെ പ്രതിനിധാനം ചെയ്യുന്ന, വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റക്കാരെ പ്രതിനിധാനം ചെയ്യുന്ന മന്ത്രിമാർ എന്താണ്? ജോർദാൻ നദിയുടെ ഇടയിലും മെഡിറ്ററേനിയൻ കടലിന്റെ ഇടയിലും ഈ പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യമേ ഇല്ല. അപ്പൊ ഈ മുഴുവൻ ഇസ്രായേൽ മാത്രമാണ്, ഇസ്രായേൽ അല്ലാതെ മറ്റൊന്നുമില്ല. അപ്പൊ ഞങ്ങളുടെ വളരെ സാങ്കല്പികമായ ബിബ്ലിക്കൽ രീതിയിൽ പറയുന്ന എറക്സ് ഇസ്രായേൽ എന്ന് പറയുന്ന, ഗ്രേറ്റർ ഇസ്രായേൽ എന്നൊക്കെ പറയുന്ന ആശയം സ്ഥാപിക്കുക എന്നത് ഞങ്ങളുടെ ആത്മീയ ദൗത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലായ്മയാണ്. നമുക്കറിയാം ആ ജനങ്ങളെ പിന്നെന്താണ് ഇവിടെ പറഞ്ഞതുപോലെ 65,000-ത്തിലേറെ, 65 എന്ന് പറയുന്നത് സാങ്കല്പിക കണക്കാണ്. വാസ്തവത്തിൽ 1,00,000-ത്തിലേറെ ആളുകൾ തീർച്ചയായിട്ടും അവിടെ മരിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഇവിടെ ന്യൂസ് അവർ സൂചിപ്പിച്ചതുപോലെ 20,000 കുട്ടികൾ തന്നെയാണ്, അത്രത്തോളം സ്ത്രീകളാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും പാലസ്തീൻ എന്ന് പറയുന്ന ഒരു ജനത ഉണ്ടാവാൻ പാടില്ലെന്ന കൃത്യമായ ലക്ഷ്യബോധം വെച്ചുകൊണ്ടാണ് കുട്ടികളെയും സ്ത്രീകളെയും മനഃപൂർവ്വം കൊല്ലുന്നത് എന്ന് മാത്രമാണോ? ആ നൃശംസത, ആ ക്രൂരത എന്ന് കണ്ടു നോക്കൂ. പിന്നെ അവിടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരുന്ന ഈ ഭക്ഷണ വിതരണം പോലെയുള്ള കാര്യങ്ങൾ, മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ, അതിനെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് അവരുണ്ടാക്കി ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫണ്ട്, GHF എന്ന് പറയുന്ന ഒരു ഫണ്ട്. എന്താ സംഭവിച്ചത്? GHF ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഭക്ഷണം കൊണ്ടുവയ്ക്കുക, ഈ പട്ടിണി പാവങ്ങളായിട്ടുള്ള എല്ലും തോലും ഉന്തിയ ആളുകൾ ഈ ഭക്ഷണപാത്രവുമായിട്ട് വരിക, അവരുടെ നേരെ തോക്ക് ചൂണ്ടി വെടിവെച്ച് കൊല്ലുക. നമ്മൾ നോക്കൂ, എത്ര ഒരു മനുഷ്യ സമൂഹത്തിന് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇതൊക്കെ കണ്ടിട്ടും നമ്മുടെ ഭരണകൂടങ്ങൾക്ക് അനങ്ങാൻ കഴിയാതെ നിൽക്കുമ്പോഴാണ് ജനകീയമായ പിന്നെ പറഞ്ഞു പൂർത്തിയാക്കിക്കോളൂ. ജനകീയമായ ഈ പ്രക്ഷോഭത്തെ ജനവികാരം മാനിച്ചുകൊണ്ടാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അംഗീകരിക്കാനായിട്ട് തയ്യാറാവുന്ന. പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കുന്നുണ്ട്. ഒബ്സർവർ സ്റ്റാറ്റസ് ആണ് നിലവിൽ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഈ പലസ്തീൻ ഉള്ളത്. അതിൽ നിന്നും വലിയ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. അതിന് മാറ്റം ഉണ്ടാവണമെങ്കിൽ അമേരിക്ക പോലെയുള്ള, അതായത് ഇസ്രായേലിന് എല്ലാ തരത്തിലും ആയുധവും സമ്പത്തും ആൾശേഷിയും എല്ലാ രാഷ്ട്രീയ പിന്തുണയും കൊടുത്ത് സഹായിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയിൽ ഉൾപ്പെടെ അമേരിക്ക ഈ പാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് അനുകൂലമായി നിൽക്കാത്തിടത്തോളം കാലം പാലസ്തീൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ പിന്നെ രാഷ്ട്രത്തിന്റെ സ്വപ്നം സാർത്ഥകമാവുകയില്ല. ശരി, എന്തായാലും നെതന്യാഹു താൻ തിരിച്ചെത്തിയിട്ട് ബാക്കി മറുപടി എന്ന് പറഞ്ഞിരുന്നു. ഏറ്റവും പുതിയ പ്രതികരണം നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് വരുന്നത് ഈ യുദ്ധം ലക്ഷ്യം കാണും വരെ തുടരും എന്നതാണ്. ഹമാസിനെ ഇല്ലായ്മ ചെയ്യും എന്ന് നെതന്യാഹു ആവർത്തിക്കുന്നു. ബന്ദികളെ മോചിപ്പിച്ച് തിരികെ എത്തിക്കുമെന്നും നെതന്യാഹു പറയുകയാണ്.